കാട്ടുമൃഗശല്യമുണ്ടോ? എങ്കിൽ അതിന് പരിഹാരവുമുണ്ട്. നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണമൊരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ്. കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു. മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ. ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽസ് സോളാർ ഫെൻസിംഗ്, കിള്ളിമംഗലം, ചേലക്കര. ഫോൺ 9744151556 8086216686. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവം വരവേൽപ്പ് 2025 എന്ന പേരിൽ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു ഉദ്ഘാടനം ചെയ്തു. 18-ാം തീയതി കേരളത്തിലെ 4 ലക്ഷത്തോളം വരുന്ന കുട്ടികൾ +1 വിദ്യാഭ്യാസത്തിന് പ്രവേശനോത്സവമായി പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും പോകുന്നില്ല. ഇവിടത്തെ സംബന്ധിച്ച്, വരവൂരിനെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് നമ്മൾ ഓരോരുത്തരും. അതിന്റെ ചില ചുറ്റവട്ടങ്ങളെ സംബന്ധിച്ച് പ്രധാന അധ്യാപികയും PTA പ്രസിഡന്റും പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായും പല പരിമിതികളിൽ നിന്നും അതിജീവിച്ച് ഉന്നത നിലവാരത്തിൽ വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ വരവൂർ ഹയർ സെക്കൻഡറി. അതിനാവശ്യമായ ഭൗതിക സാഹചര്യത്തിലുള്ള മെച്ചപ്പെടുത്തലുകളും ഞങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് മുന്നേറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില പരിമിതികളെല്ലാം ഉണ്ടാകാം. എല്ലാ പരിമിതികളെയും അതിജീവിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മുടെ കുട്ടികളെ പ്രാപ്തമാക്കാൻ രക്ഷിതാക്കൾ കൂടി മുൻകൈയെടുത്താൽ നല്ല വിജയം നിങ്ങളുടെ മക്കൾക്കും അതിലൂടെ നാടിനും പൊതുവായ വിദ്യാഭ്യാസം ഉണ്ടാക്കാൻ സാധ്യമാണ്. സ്കൂൾ PTA പ്രസിഡന്റ് PG സുനിൽ അധ്യക്ഷനായി. തുടർന്ന് രക്ഷകർത്താക്കൾക്ക് വേണ്ടി കാര്യക്ഷമമായ രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൽ സൗഹൃദ കോർഡിനേറ്റർ M സുധീറും കരിയർ പ്ലാനിംഗിൽ രക്ഷിതാക്കൾക്കുള്ള പങ്കിനെക്കുറിച്ച് സ്കൂൾ കരിയർ ഗൈഡ് PH മുസ്തഫയും ബോധവൽക്കരണ ക്ലാസ് എടുത്തു. വിദ്യാലയത്തിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കോർഡിനേറ്റർ MM രതീഷ് വിശദീകരിച്ചു. പ്രിൻസിപ്പൽ KB പ്രീത, സ്റ്റാഫ് സെക്രട്ടറി PH മുസ്തഫ, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ, സ്കൂൾ പ്രധാനാധ്യാപിക സേതുകുട്ടി, വാർഡ് മെമ്പർ സേതുമാധവൻ, SMC ചെയർമാൻ MH ഷെരീഫ്, MPTA പ്രസിഡന്റ് VC ഉഷ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, വരവൂർ.